എവിടെയോ ഒരു കുഴപ്പം എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എല്ലായിടത്തും കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എക്സാം എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അവിടെയും ഫസ്റ്റ് ക്ലാസ് എനിക്ക് കിട്ടിയില്ല. ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ്, ഒരു മാർക്കോ മറ്റേ ഫസ്റ്റ് ക്ലാസ്സിന് കുറവുണ്ട്. അങ്ങനെയാണ് BSc കെമിസ്ട്രിയിൽ എനിക്ക് ഉണ്ടായത്. മാത്രമല്ല എനിക്ക് ഒരു പാർട്ട് ഇംഗ്ലീഷിൻ്റെ ഒരെണ്ണം നഷ്ടപ്പെടുകയും ചെയ്തു. അത് വിവരമുള്ളവർക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാർക്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇംഗ്ലീഷ് പാസ്സായി എന്നുള്ളത് കാണുമതിൽ. സോ തേർഡ് ക്ലാസ് തന്നെ, സെക്കൻഡ് ക്ലാസ് എന്നുള്ള ക്ലാസ് അന്നില്ല, അറിയപ്പെടുന്നൊരു ക്ലാസ് ആയിട്ടില്ല എനിക്ക്. അപ്പോൾ ഒരു MSc അല്ലെങ്കിൽ മറ്റു രീതിക്ക് ഒരു ഉപരിപഠനം എന്നുള്ള സ്വപ്നം ഏതാണ്ട് അവിടെ അവസാനിച്ച രീതിയായിരുന്നു. ഞാൻ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് തിരികെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ധാരാളം മനോരമ തുടങ്ങിയ പത്രങ്ങളിലെല്ലാം ടീച്ചേഴ്സിനെ ആവശ്യമുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് പരസ്യങ്ങൾ കാണാറുണ്ട്. അവിടെ ഈ B.Ed ഇല്ലെങ്കിലും ടീച്ചിങ് പോസ്റ്റ് കിട്ടുന്ന ചില എയ്ഡഡ് സ്കൂൾസ് ഉണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ പോവാം. എനിക്ക് BSc ഉണ്ടല്ലോ, BSc മതി അന്ന് വേണമെങ്കിൽ. BScക്കാരും BComകാരും ഒക്കെ കോളേജ് പ്രൊഫസേഴ്സായിട്ടിരുന്ന ചരിത്രമുണ്ട് അന്നത്തെ കാലത്ത്. ശങ്കര കോളേജിൽ തന്നെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഒരു BComകാരൻ ഒരാൾ അവിടുത്തെ ഒരു പ്രൊഫസറായി. അപ്പോൾ അങ്ങനെയൊക്കെ ആകാം വേണമെങ്കിൽ, മാനേജ്മെൻറ്റിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നർത്ഥം. കാരണം ധാരാളമായിട്ടും മറ്റ് ഈ എഡ്യൂക്കേഷൻ്റെ B.Ed എന്ന് പറയുന്ന കോഴ്സ് ഇല്ലായിരുന്നു എന്നതാണ് അതിലെ സത്യം. ഏതായാലും അപ്ലൈ ചെയ്തു, പല സ്ഥലത്തുനിന്നും വന്നു. പക്ഷേ അപ്പോൾ വേറൊരാഗ്രഹം, ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു ജോലിയായിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്നാൽ, ഞാൻ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളാണ്. കുട്ടികളെ മറ്റ് അനിയന്മാരെയോ അനിയത്തിമാരെയോ ഒക്കെ പഠിപ്പിക്കേണ്ട ഒരു ചുമതലയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഇരുന്ന് പോകും, ഒരു തപസ് പോലെ. അത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് കുറച്ചുകൂടെ എന്തെങ്കിലും പഠിക്കണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉപരിപഠനം എന്നുള്ളത്, പിന്നെ കെമിസ്ട്രി അല്ല ആദ്യം വന്നത്, മലയാളം MA. എനിക്ക് മലയാളത്തിന് സെക്കൻഡ് ക്ലാസ് ഉണ്ട്. മലയാളത്തിന് സെക്കൻഡ് ക്ലാസ്സൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അപൂർവ. അപ്പോഴാണ് പിറ്റേ കൊല്ലം, ഞാൻ പാസ്സായി എൻ്റെ പിറ്റേ കൊല്ലം ശ്രീ ശങ്കര കോളേജിൽ തന്നെ ഒരു ലെറ്റർ, അവിടെ ഒരു ഡെമോൺസ്ട്രേറ്ററെ വേണം BSc കെമിസ്ട്രി ലാബിൽ കുട്ടികളെ പരീക്ഷണങ്ങൾ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ സുന്ദരരായൻ സാറിൻ്റെ ഒരു ടിപ്പണിയോടുകൂടി താഴെ, ആ ഒഫീഷ്യൽ ലെറ്ററിൻ്റെ താഴെ, നമ്പൂരി ഇങ്ങോട്ട് വരൂ, ഇവിടെ ഒരു ഡെമോൺസ്ട്രേറ്ററുടെ പോസ്റ്റുണ്ട്. ഒന്നല്ല രണ്ടുണ്ട്. ഒരാൾക്ക് നേരത്തെ കത്തയച്ചു, അയാൾ ഇപ്പോൾ ജോയിൻ ചെയ്യും, നാളെ പറ്റിങ് നമ്പൂരും കൂടെ വരും. 2 പേർക്ക് പോസ്റ്റുണ്ട്. കെട്ടും കടയായിട്ട് വീണ്ടും ചിറ്റയുടെ ഇല്ലത്തേക്ക്, കാലടി തലയാറ്റുംപള്ളി എന്നാണ് അവരുടെ ആ ഇല്ലപ്പേര്. ഇപ്പോഴും ഉണ്ട് അവർ. അവരൊക്കെ ചിറ്റയുണ്ട്, മറ്റേ ഹസ്ബൻഡൊക്കെ മരിച്ചു. അപ്പോൾ അവിടെ പോയി അങ്ങനെ ഒരു 6-7 മാസത്തെ ഒരു എക്സ്പീരിയൻസ് അവിടെ. ആ എക്സ്പീരിയൻസിൽ ഈ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കൊളീഗായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ സന്തോഷം. അതായത് ഈ ശങ്കരപ്പിള്ള സാറ്, സുന്ദരരായൻ സാറ്, കൃഷ്ണപിള്ള സാറ്, ബാബു സാറ്, ഇവരുടെയൊക്കെ കൂടെ അസോഷ്യേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് സത്യത്തിൽ ലബോറട്ടറി മാത്രം ഇത് ഓരോന്ന് പരീക്ഷണങ്ങളെല്ലാം പറഞ്ഞു കൊടുത്താൽ മതി, കാണിച്ചു കൊടുത്താൽ മതി, അതാണ് ഡ്യൂട്ടി. പക്ഷേ എനിക്ക് പ്രീ ഡിഗ്രിയുടെ ക്ലാസ്സും കൂടെ തന്നു ഇടയ്ക്ക്. പ്രീ ഡിഗ്രി 1ാം വർഷം, അതിനുശേഷം 2ാം വർഷം, അതൊക്കെ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഈ പഠിപ്പിക്കൽ, ക്ലാസ് എടുക്കൽ ഒരു മനസ്സിൽ നമുക്കൊന്ന് രൂപപ്പെടുത്തണം, എന്ത് പറയാനാണെങ്കിലും. അപ്പോൾ അതിലേക്ക് ഞാൻ ചാടുന്നത്, അല്ല എന്നെ വലിച്ചിടുന്നത് എന്ന് ഞാൻ പറയുകയാണ്. കാലടി കോളേജിൽ വെച്ചാണ്. അവിടെ അതിനെ സഹായിച്ച് പലപ്പോഴും ഈ ശങ്കരപ്പിള്ള സാറും ബാബു സാറും ഒക്കെയാണ്. ഈ ശങ്കര കോളേജിൽ ഡെമോൺസ്ട്രേറ്റർ ഒരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ആൾ ഈ ഇവിടെ ഏറ്റുമാനൂർ കൈപ്പുഴ ഓണന്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു രാധാകൃഷ്ണൻ നായരായിരുന്നു. അദ്ദേഹത്തിന് ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. എന്നിട്ടും MScക്ക് കിട്ടാൻ പറ്റിയില്ല. ആ വർഷം ട്രൈ ചെയ്തിട്ട് അങ്ങനെ SN കോളേജ് കൊല്ലത്തുനിന്ന് പാസ്സായ ആളാണ്. അപ്പോൾ ഞങ്ങൾ തുല്യ ദുഃഖിതരാണ്. ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് MScക്ക് എവിടെ പോയാൽ കിട്ടും ഇതായിരുന്നു ചിന്ത. ഒന്ന് ഞങ്ങൾ തീരുമാനിച്ചു, ഈ നാട്ടിൽ നിന്നാൽ ഒന്നും നടക്കുകയില്ല. കാരണം എനിക്ക് ഇപ്പോൾ എൻ്റെ ഈ ഗ്രാമത്തിനടുത്തുള്ള കോളേജ് എന്ന് പറഞ്ഞാൽ MSc ഉള്ള കോളേജ് എന്ന് പറഞ്ഞാൽ പാലാ സെൻറ്റ് തോമസ് കോളേജ്. അല്പം കൂടെ അകൽച്ച ഉള്ളൊരു സ്ഥലം CMS കോളേജ് കോട്ടയം. കുറച്ചുകൂടെ അകൽച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഇത് SB കോളേജ് ചങ്ങനാശ്ശേരി. അങ്ങ് ദൂരെ തിരുവനന്തപുരം, മഹാരാജാസ്, ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഏതെങ്കിലും, കാരണം ഈ BSc ഫസ്റ്റ് ക്ലാസ്സും അതിനപ്പുറം മാർക്കുകളും വാങ്ങിച്ച് എത്രയോ ആളുകളുണ്ട്. അന്ന് MSc ഒന്ന് പാസ്സായി കഴിഞ്ഞാൽ ജോലി ഷുവറാണ്.
അപ്പോൾ അതുകൊണ്ട് MSc തിക്കും തിരക്കുമാണ് അഡ്മിഷൻ കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് അഡ്മിഷൻ കിട്ടുകയില്ലെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഇവിടുത്തെ ഒന്ന് കഴിയട്ടെ, അടുത്ത വർഷം നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ പുറത്തേക്ക് അങ്ങോട്ടേ പോണേ. അപ്പോൾ ഈ രാധാകൃഷ്ണൻ പറഞ്ഞു, രാധാകൃഷ്ണൻ്റെ വളരെ അകന്ന ഒരു ബന്ധു അലഹബാദിലുണ്ട്. അലഹബാദ് ഒരു റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയാണ്. അലഹബാദിലെ മ്യൂവർ കോളേജ് എന്ന് പറയും. അതൊരു കാണേണ്ട കോളേജാണ്, ഈ ആനന്ദ ഭവനമൊക്കെ അടുത്ത്. അപ്പോൾ അവിടെ പോകാം, നമുക്ക് ഒരു ദിവസം പ്ലാൻ ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് വീട്ടിലൊക്കെ പറഞ്ഞിട്ട് വേണം പോകാൻ. എത്ര ദിവസം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെത്തുകയെന്ന് അറിയില്ല, അഡ്മിഷൻ കിട്ടുമെന്ന് തന്നെ അറിയാൻ മേല. ഏതായാലും ഈ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക. അങ്ങനെ രാധാകൃഷ്ണനും ഞാനും ഈ ഡെമോൺസ്ട്രേറ്റർ പണി കഴിഞ്ഞിട്ട് ആ വർഷം വെക്കേഷൻ ടൈമിൽ വണ്ടി കയറി. അത് ഇവിടുന്ന് ഇപ്പോൾ അലഹബാദ് എന്ന് പറയുന്നത് UP ആണ്. അലഹബാദിലേക്ക് നേരിട്ട് ട്രെയിനൊന്നുമില്ല, മദ്രാസിൽ പോകണം. മദ്രാസിൽ നിന്ന് ജനതാ എക്സ്പ്രസ് എന്ന് പറഞ്ഞ എക്സ്പ്രസ് ഉണ്ട് ഡൽഹിക്കുള്ളത്. ആ ഡൽഹിക്കുള്ള എക്സ്പ്രസ്സിൽ ഇറ്റാർസി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങണം. അത് 1-2 ദിവസം കൊണ്ടായി ഇറ്റാർസി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. അവിടുന്ന് പിന്നെ വാരണാസിക്ക് പോകുന്ന ട്രെയിനിൽ കയറി അലഹബാദ് സ്റ്റേഷനിൽ ഇറങ്ങണം. ഇങ്ങനെയൊരു 2-3 ദിവസത്തെ യജ്ഞമാണ് ഈ യാത്ര. അതപ്പോൾ അന്നത്തെ തീവണ്ടി അല്ലെങ്കിൽ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരി കൊണ്ടോടുന്ന അധികവും. അല്ലാതെ ഒരു ട്രെയിനുണ്ട് മദ്രാസിൽ നിന്ന്, GT എന്ന് പറയും, ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്. നല്ല ഫാസ്റ്റാണ്, അത് കരിവണ്ടിയല്ല, ഡീസലാണ്. അപ്പോൾ അതിന് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലായി കയറി പോകുന്നതെന്ന് ഓർക്കണം. ഒരു പെട്ടിയും പ്രമാണവും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കുറച്ച് കാശും കൂടെ രാധാകൃഷ്ണനും, അങ്ങനെയാണ് ഈ പോകുന്നത്. അങ്ങനെ അലഹബാദിലെത്തി. അലഹബാദിൽ ഈ ബാലചന്ദ്രൻ നായർ എന്ന് പറയുന്ന BC നായർ എന്ന് പറയുന്ന ആളെ കാണാനാണ് ഈ രാധാകൃഷ്ണൻ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അങ്ങനെ അവിടുത്തെ ഒരു റിസർച്ച് സ്കോളറാണ് ആ മ്യൂവർ കോളേജിൽ, കെമിസ്ട്രി തന്നെ. അപ്പോൾ അദ്ദേഹം മുഖാന്തരം എന്തെങ്കിലുമൊക്കെ തരാവും, അഡ്മിഷൻ ശരിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ എവിടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുമെന്നറിയാം. ഈ ബാലേന്ദ്രൻ നായർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പാടുന്നയാളാണ്. ആ ചക്രവർത്തി എന്നുള്ള പാട്ട് ഈ BC നായർ പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, യേശുദാസാണെന്ന് തോന്നുകയില്ലെന്നും. പക്ഷേ അതേ രീതിയിൽ, അതേ പാറ്റേണിൽ, അതേ ഭംഗിയോടുകൂടി ശ്രവണസുഖമായിട്ട് പാടാൻ കഴിയുള്ള അതുപോലെ പല പാട്ടുകളും അദ്ദേഹത്തിന് പാടാൻ കഴിയും. അദ്ദേഹം ഒരു ആക്ടറാണ്, നല്ല സകലകലാവല്ലഭനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹം മുഖാന്തരം അഡ്മിഷൻ കിട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലഹബാദ് ഇങ്ങനെ പല സ്ഥലത്തും അപേക്ഷ എല്ലാം ടൈപ്പ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക, പല സ്ഥലത്തും കൊടുക്കാൻ തീരുമാനിച്ചിട്ട് അലഹബാദ് കാണാൻ ഇറങ്ങി ഞങ്ങൾ. അലഹബാദ് കാണേണ്ട സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ചെന്ന് പെടുന്നത് ഒരു മാർച്ച് അവസാനം ഏപ്രിൽ ഒക്കെ കൂടിയാണ്. അവിടെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടില്ല, വെക്കേഷൻ ടൈമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനം അവിടുത്തെ ക്ലൈമറ്റാണ്. അസാധ്യ ചൂടാണ് അവിടെ, നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതായത് ഒരു രാത്രിയിൽ കിടന്നുറങ്ങണമെങ്കിൽ ഇത് ഓപ്പൺ എയറിലേ പറ്റൂ ഉറങ്ങാൻ, അകത്തും കിടക്കാൻ പറ്റില്ല. അന്ന് AC സൗകര്യങ്ങളൊന്നും ഞങ്ങൾ താമസിക്കുന്നിടത്തില്ല. ഈ ഓപ്പൺ എയറിലൊരു കോട്ടിട്ടിട്ട്, ഒരു ഈ കയറ് കെട്ടി ഈ ഇതിട്ടിട്ട്, കട്ടിലിട്ടിട്ട് അതിൻ്റെ മീതെ ഒരു രജായി പോലൊരു സാധനം. രജായി എന്ന് പറയുന്നത് ഈ മറ്റേ ഭയങ്കര തണുപ്പുള്ള കാലത്ത് നമ്മൾ പുതയ്ക്കാൻ ഉപയോഗിക്കുന്ന കിടക്കയാണ്. കട്ടി കുറഞ്ഞ കിടക്ക എന്ന് പറയുക വേണമെങ്കിൽ പുതപ്പായിട്ട് ഉപയോഗിക്കാവുന്നത്. അപ്പോൾ രജായി ഇട്ട് ചെറിയൊരു പില്ലോയും വെച്ച് അവിടെയാണ് കിടക്കുക. പക്ഷെ അവിടെ കിടക്കാൻ പറ്റില്ല. കാരണം രാത്രി ആയി കഴിയുമ്പോൾ രാത്രി ഒരു 7 മണി 8 മണിയൊക്കെ ആയി കഴിയുമ്പോൾ അസാധ്യ ചൂട് കാറ്റാണ്. അപ്പോൾ ഇവിടെ ഈ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആഹാരം മിക്കവാറും ഈ മ്യൂവർ കോളേജിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈ BC നായരൊക്കെ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്ത് പാണ്ഡുരംഗ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലുണ്ട്, ഒരു തമിഴൻ നടത്തുന്നതാണ്. അവിടെ നിന്നാണ് ആഹാരം കഴിക്കുക. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ, നമ്മുടെ രീതിയിലുള്ള ഇഡ്ഡലിയോ ദോശയോ പൂരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പൂരി മസാലയൊക്കെ പുറത്താണെങ്കിലും കിട്ടും. ഇത് ഇവിടുന്ന് കഴിച്ചിട്ട് പുറത്ത് പോകുമ്പോൾ അവിടുത്തെ ആഹാര രീതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. നോർത്ത് ഇന്ത്യയിൽ അതിന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറുണ്ട്, വൈകുന്നേരങ്ങളിൽ ഇറങ്ങും. വൈകുന്നേരം ഈ കാറ്റ് പിടിക്കുന്നതിന് മുമ്പ് പോയിട്ട് പോരും. ഈ സൈഡിൽ കൂടെ, ഈ വഴിയുടെ സൈഡിൽ കൂടെ വലിയ രാജവീഥി എന്നൊക്കെ പറയുന്ന വീഥികളാണ്. കാരണം ഈ താമസിക്കുന്ന സ്ഥലം നിസ്സാര സ്ഥലമല്ല, അത് മ്യൂവർ കോളേജിൻ്റെ ക്യാമ്പസാണ്. അതിനടുത്താണ് ഈ ആനന്ദഭവൻ എന്ന് പറയുന്ന പണ്ഡിറ്റ്ജിയൊക്കെ ജീവിച്ചിരുന്നത്. അവരൊക്കെ വളരെ കാലം ജീവിച്ചിരുന്ന സ്ഥലമാണ്. പണ്ഡിറ്റ് നെഹ്റു ഒക്കെ വളരെ കാലം ജീവിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ ഒരു വലിയ ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനും, അത് ദൂരെ നിന്ന് കാണാനും അകത്ത് കയറി കാണാനും ഒക്കെ സംഗതിയായിട്ടുണ്ട്.
പിന്നെ ആ ടൗണിൻ്റെ ഏരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിറ്റിയുടെ ഏരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നാനാതരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡുണ്ട് അവിടെ. സ്വീറ്റ്സ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ അടുക്കിടയ്ക്ക് വെച്ചിരിക്കുക. അപ്പോൾ അടുക്കിടയ്ക്ക് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ മറ്റ് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിൽ, മദ്രാസ് പോലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ഈ പലഹാരങ്ങൾ വിൽക്കുന്ന പ്രദേശത്തെ ഒരു എന്താ പറയണ്ടേ, ഹൈജീനിക് അല്ലാത്ത അവസ്ഥ നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ അത് കാണുന്നില്ല. അതായത് ഈച്ച കൊണ്ട് ഇത് ഒരു ആവരണം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലവും അവിടെ കാണാൻ പറ്റുകയില്ല. എന്താണെന്നറിയില്ല. ഒരു പക്ഷേ ഈ വലിയ കൊടും ചൂടിൻ്റെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ അവിടെ ഉള്ളതുകൊണ്ടാണോ എന്നെനിക്ക് സംശയമുണ്ട്. എന്നാലും ആഹാരമൊന്നും അവിടുന്ന് വാങ്ങിച്ച് ഓപ്പണായിട്ട് കഴിക്കാൻ നമ്മൾ തയ്യാറാകുകയില്ലെന്നർത്ഥം. പിന്നെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഈ ആലു ചാപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. അത് ആലുവാണ് മെയിൻ. ആലു എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, വെന്ത ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളും, പിന്നെ ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന മസാല എന്ന് പറയുന്ന ആ ചന, നമ്മുടെ ഇത് പുട്ടിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന കടല, ആ കടല, പിന്നെ അവരുടെ ചില മസാലകൾ, ഇതെല്ലാം ചേർത്തൊരു പ്രത്യേക കറി. അത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ദോശക്കല്ലയിലിട്ട് ഇത് മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഒരു കച്ചോരി, ഒരു ചെറിയ ഇതിൽ ഓടം പോലെ ഒരു പാത്രത്തിൽ ഒരു ചെറിയ സ്പൂണുമായിട്ട് നമുക്ക് തരും. അത് വളരെ ടേസ്റ്റിയാണത്. അത് ഒന്നോ രണ്ടോ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്താഴമൊന്നും വേറെ വേണ്ട. അത് കഴിക്കാനായിട്ട് വരുന്ന ആളുകൾ ധാരാളമുണ്ട്. അവിടെ വെച്ച് കാണാമെന്ന് പറയുന്ന ആളുകളുണ്ട്. പലരും പരസ്പരം നമ്മൾ ഇന്ന സ്ഥലത്തെ ഇന്ന ഇത് കച്ചോരി, ഇന്ന നമുക്ക് ആലു ചാപ്പ് കഴിക്കാം, ഇന്ന സ്ഥലത്ത് വന്നാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. ചായയൊക്കെ എന്തു പറഞ്ഞാൽ വെട്ടിയാലും മുറിയുന്ന ചായ എന്ന് പറയുന്ന നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ചായ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന പോലെ വലിയൊരു ഗ്ലാസ്സിൽ, ഒരു വെട്ട് ഗ്ലാസ്സിൽ നിറയെ ചായയൊന്നും അവർ കുടിക്കുകയില്ല. അവർ ഒരു ചെറിയ പാത്രത്തിൽ, ചെറിയ ഒരു ഗ്ലാസ് എന്ന് പറയേണ്ട ഒരു മണ്ണുകൊണ്ടുള്ള ഓടം എന്ന് വേണേൽ പറയാം, അതിൻ്റെ അകത്ത് പകുതിയെ ചായ നമുക്ക് തരുള്ളൂ. അത് ഈ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ ഈ അലഹബാദ് എത്തുന്നവരെ ട്രെയിനിൽ പോലും നമുക്ക് കിട്ടുന്ന അങ്ങനെയുള്ള പാത്രത്തിലുള്ള ചായയാണ്. കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയാൽ മോശം സ്ഥലമാണ്. അതാദ്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗലി, വളരെ ഇടുങ്ങിയ തെരുവുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചൗക്ക് എന്നാണ് പറയുക അതിന്. ചൗക്ക് എന്ന് പറഞ്ഞാലൊരു മോശം സ്ഥലമാണ്. അതൊക്കെ അധികവും ഈ മോശം സ്ത്രീകൾ അധിവസിക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സാമാന്യം ആളുകളൊന്നും അങ്ങോട്ട് പകൽ വെളിച്ചത്തിൽ പോകാറില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല അവിടെ മുഴുവൻ ഈ റിക്ഷാക്കാരുടെ ഒരു താവളമാണ്. റിക്ഷാക്കാരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സ്ഥലം. അപ്പോൾ അങ്ങോട്ട് ആ സ്ഥലം എന്താണെന്ന് കാണണമല്ലോ. അപ്പോൾ രാധാകൃഷ്ണനും ഞാനും ബി സി നായരാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ്, അങ്ങോട്ടൊന്നും നമ്മൾ പോകണ്ട, അവിടെ ഇന്ന സ്ഥലം ഇന്ന പോലെയാണ് അവിടുത്തെ കാര്യങ്ങൾ, അതൊക്കെ മഹാബോറ് സ്ഥലമാണ്, വേണ്ട എന്ന് പറയുമെങ്കിൽ കൂടി ഞങ്ങൾക്ക് ആഗ്രഹം ഇത് എന്താണെന്നൊന്നും അറിയണ്ടേ. അപ്പോൾ അതൊന്നും ഒരു വളരെ പാത്തറ്റിക്കാണ് അവിടുത്തെ സ്ഥിതി. ഇടുങ്ങിയ ഗലിയാണ്, ചെറിയ വാതിൽ, ചെറിയ ഒരു കഷ്ടിച്ച് ഒരാൾക്ക് അകത്തേക്ക് കയറാം, പുറത്തേക്ക് ഇറങ്ങാം, അങ്ങനെയുള്ള വാതിലിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെയുള്ള സ്ത്രീകളുടെ വാസം. അതിൽ ഒന്നോ രണ്ടോ പേര് പുറത്ത് നമ്മൾ സിനിമയിലെ ഒക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സ്, നോർത്ത് ഇന്ത്യൻ സിനിമയിൽ, ഹിന്ദി സിനിമയിൽ കണ്ടിട്ടുള്ള ഡ്രസ്സിട്ട് ഈ ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ചുവപ്പിച്ച് ആവശ്യമില്ലാത്ത ആഭരണങ്ങളൊക്കെ കഴുത്തിലും കാതിലും അണിഞ്ഞ്, അതുപോലെ നെറ്റിയിൽ ഒരു വളരെ കടും നിറത്തിലുള്ള പൊട്ടുകൾ അണിഞ്ഞ്, ഇത് തലമുടിയിൽ എല്ലാം വല്ലാണ്ട് ചില തിളങ്ങുന്ന ചില മാലകളും കാര്യങ്ങളും ഇട്ട് ഒരു തരം പ്രത്യേക നിൽക്കുന്ന ആളുകളാണ് അവിടെ മുഴുവൻ. നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ അവർ നമ്മളെ വിളിക്കും. അതിൻ്റെ ഒരു തുകയും പറയും അവർ. അപ്പോൾ അവിടുന്ന് എങ്ങനെയെങ്കിലും അവിടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെട്ട് തോന്നണമെന്നേ ഉള്ളൂ. നമുക്ക് ഈ ജാതി വികാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതൊക്കെ അവിടെ കയറി ഇവരെ കണ്ടു കഴിഞ്ഞാൽ അസ്തമിച്ചു കളയും.
അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയുകയത്. കാരണം അലഹബാദ് കാണുമ്പോൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ സിറ്റികളെല്ലാം കാണുമ്പോൾ ഇതെല്ലാം കാണണം. നമ്മൾ കാണുന്നതെല്ലാം അനുഭവിക്കണം എന്നില്ലല്ലോ. അങ്ങനെ ഉള്ളൊരു ചൗക്കിലൂടെ കയറി ഇറങ്ങി ഞങ്ങൾ. പിന്നെ ഞങ്ങൾ പോയത് അലഹബാദിലെ പ്രയാഗിലേക്കാണ്. പിന്നെ ഒരു ദിവസം ഞങ്ങൾ പോയത്, കാരണം കുറച്ച് ദിവസം കൂടെ ഉണ്ട് ഞങ്ങൾക്ക് ഇനി ട്രൈ ചെയ്യാനായിട്ട്. ആ പ്രയാഗിൽ പോയി, ആ പ്രയാഗ് എന്ന് പറഞ്ഞാൽ ത്രിവേണി സംഗമം, ഗംഗ, യമുന, സരസ്വതി എന്ന് 3 നദികൾ. ഗംഗയും യമുനയും 2 താവഴികളായിട്ട് വരുന്നതും സരസ്വതി ഒരു അണ്ടർഗ്രൗണ്ട് ഫ്ലോ ആണ്, അതിന് കാണാൻ വയ്യ. അങ്ങനെ 3 കൂടെ കൂടുന്ന ആ സ്ഥലമാണ് പ്രയാഗ, ത്രിവേണി 3 കൂടെ കൂടിയ ആ സംഗമം സ്ഥാനം. ഇപ്പോൾ അത് കുംഭമേളയുടെ വലിയൊരു സ്ഥലമാണ്. ഞങ്ങൾ അവിടെ താമസിച്ചിരുന്ന കാലത്തോ ഇങ്ങനെ ഈ അഡ്മിഷൻ തേടി അലയുന്ന ഘട്ടത്തിലോ അവിടെ കുംഭമേളയുടെ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ദിവ്യമായൊരു സ്ഥലമാണെന്ന് തോന്നത്തക്ക രീതിയിൽ അവിടെ മുഴുവൻ പണ്ടകൾ, പുരോഹിതന്മാർ തമ്പടിച്ചിരിക്കുകയാണ്. കുളിക്കാൻ, സ്നാനം ചെയ്യാനും അവരുടെ ജപങ്ങൾക്കും ഒക്കെ അവരെ താണു വണങ്ങി അവരുടെ പ്രസാദം വാങ്ങിക്കുന്ന എത്രയോ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. നമുക്ക് സത്യത്തിൽ ഈ കേരളത്തിൽ നിന്ന് ചെല്ലുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തെക്കുന്ന് ചെല്ലുന്ന ആളുകൾക്ക് അവിടെ അവരെ കാണുമ്പോഴോ അവരുമായിട്ട് സംസാരിക്കുമ്പോഴോ ഒരു ഭക്തി എന്നൊരു വികാരം തോന്നുകയില്ല. കാരണം അവരുടെ ഡ്രസ്സ് അങ്ങനെയാണ്. ഈ പണ്ടകൾ ഒരു ബനിയൻ മാതിരി, ഈ ഒരു കാവിയല്ല, വളരെ കടും ചുവന്ന നിറത്തിലും അല്ലാത്ത, അതിൻ്റെ രണ്ടും കൂടി ഇടയ്ക്കുള്ള ഒരു തരം ഒരു ഡ്രസ്സാണ് അവർ ഇടുക. അതുപോലെ തന്നെ ഒരു പട്ടുകൊണ്ട് ഉടുത്തിട്ടും ഉണ്ട്, തെറ്റുടുത്ത പോലെ ഉടുത്തിട്ടുണ്ട്. പിന്നെ അവർ സദാസമയം മുറുക്കി ചുമപ്പിച്ചായിരിക്കുക. പുകല ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിൽ, നമ്മുടെ ആരാധനാലയങ്ങളിലൊക്കെ നിഷിദ്ധമാണ് മുറുക്കിയിട്ടാണെങ്കിൽ തന്നെ ആരെങ്കിലും തന്ത്രിമാരോ മറ്റ് ക്ഷേത്രത്തിലെ ശാന്തിക്കാരന്മാരോ അല്ലെങ്കിൽ ഈ പള്ളിയിലെ അച്ഛന്മാരോ ഉണ്ടെങ്കിൽ തന്നെ അവർ കഴുകി വൃത്തിയാക്കിയിട്ടേ പിന്നെ ഈ ദിവ്യമായ സ്ഥലത്തേക്ക് കയറാറുള്ളൂ. ഇവർക്ക് അങ്ങനെ ഒരു വിഷയമേ കണ്ടിട്ടില്ല ഒരിക്കലും. അവരെ എപ്പോൾ കാണുന്നു, ഇപ്പം ഇതുപോലെ തന്നെയാണ് അവർക്ക് വേറെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ പൂജ കഴിക്കാൻ കയറാനും അവിടെ പോകാനും ഒരു മടിയുമില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഭക്തിയുടെ ഒരു പരിവേഷണമൊന്നും അവരുടെ ആ ഒരു ഈ വസ്ത്രധാരണ രീതിയിലോ അവരുടെ പെരുമാറ്റ രീതിയിലോ അവരുടെ ആകാരത്തിലോ ഒന്നും കാണുകയില്ല. ആകാരം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു കുടുംബമുണ്ടാവും അവർക്ക്. ഇങ്ങനെ കംപ്ലീറ്റായിട്ട് ഇത് തല മുണ്ടനം ചെയ്തിട്ട് തലയുടെ ഒരു ഭാഗത്ത്, ചിലർ നടുക്കായിരിക്കും, ചിലർ പിൻഭാഗത്തായിരിക്കും ഒരു കുടുംബ. പിൻഭാഗത്തുള്ള ആളുകളാധികം. പക്ഷേ അവരെല്ലാം നല്ല ആചാനബാഹുക്കളാണ്, നല്ല കളറാണ് അവർക്ക്. അവരുടെ ആഹാര രീതി കൊണ്ടായിരിക്കും. ആ ഒരു ആസ്പെക്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരോടൊരു ആരാധനയും തോന്നുകയില്ല എന്നർത്ഥം. നമുക്കെപ്പോൾ വേണേലും പ്രയാഗിൽ പോകാം, ത്രിവേണി പോകാം. അവിടെ ആ സംഗമ സ്ഥാനത്തോ അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നമുക്ക് സ്നാനം ചെയ്യാം, അവിടെ നിന്ന് ഭജിക്കാം, അവിടെ നിന്ന് പ്രാർത്ഥിക്കാം ആവശ്യമുണ്ടെങ്കിൽ. അതൊക്കെ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ അലഹബാദ് വിട്ട് ഞങ്ങൾക്ക് പല സ്ഥലത്തും ഞങ്ങൾ കൈവഴി പിരിഞ്ഞു. കാരണം ഈ രാധാകൃഷ്ണൻ നായരുടെ അഡ്മിഷൻ ഏതാണ്ട് ഫസ്റ്റ് ക്ലാസ് ഉള്ളതുകൊണ്ട്, ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് 1-2 മാർക്കേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് മാത്രമേ ഈ പറഞ്ഞ കോളേജിൽ, അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ ഈ മ്യൂവർ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ കിട്ടുള്ളൂ എന്ന് BC നായരാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അഡ്മിഷന് വേണ്ടി അലയേണ്ട എനിക്കാകെ പ്രശ്നമായിപ്പോയി. ഇവിടെ വന്നു, ഇനിയിപ്പോൾ അഡ്മിഷൻ ഇല്ലാതെ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ സമീപത്തുള്ള സ്ഥലങ്ങളിലെല്ലാം എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള റൂട്ട് മാപ്പൊക്കെ വരച്ച് തന്നിട്ടുണ്ട് എനിക്ക് BC നായർ. ജബൽപൂർ യൂണിവേഴ്സിറ്റിയിൽ, ഇൻഡോർ യൂണിവേഴ്സിറ്റിയിൽ, പിന്നെ ഒരു 5 മണിക്കൂർ ബസ് യാത്ര ചെയ്ത റീവ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ കോളേജിൽ, അവിടെ SRM കോളേജ് റീവ, അവിടെ പോയി അഡ്മിഷന് ട്രൈ ചെയ്യുക, കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങ് വടക്ക് ഛത്തീസ്ഗഡാണ് ഇപ്പോഴത്തെ, അവിടെ ഗോരഖ്പൂർ യൂണിവേഴ്സിറ്റി, അവിടെ പോയി ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലാം പോയി അപേക്ഷ കൊടുക്കുകയാണ്. അപേക്ഷ കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഏതെങ്കിലും മെയിൽ എന്ന് പറഞ്ഞാൽ പോസ്റ്റിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഫോൺ എന്തെങ്കിലും, ലാൻഡ് ഫോണേ ഉള്ളൂ, എന്തെങ്കിലും വിവരമുണ്ടോ ഇത് അറിഞ്ഞിങ്ങനെ കാത്തിരിക്കുക. ഇല്ലാത്ത സമയത്ത് അത്യാവശ്യം ഹിന്ദി സിനിമ കാണാൻ പോവുക. അടുത്ത് 2-3 തിയേറ്ററുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹോബി, രാധാകൃഷ്ണൻ്റെ എൻ്റെയും. ഈ രാധാകൃഷ്ണൻ എന്നെക്കാൾ ഭേദമാണ്. മാർക്കിൻ്റെ മാത്രമല്ല, പാട്ടുപാടും. ആ BC നായരുടെ അവരുടെ ഒരു കൾച്ചർ രാധാകൃഷ്ണനെ ബാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നന്നായിട്ട് പാട്ട് പാടും. സ്വരം അങ്ങനെ ഉയർത്തി പാടുകയെന്നേ ഉള്ളൂ, മൂളിപ്പാട്ടുമല്ല, രണ്ടിനും കൂടെ ഇടയ്ക്കുള്ളൊരു പാട്ട്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു അല്പം
ലിഷർലി ആയിട്ടിരിക്കണം തോന്നുമ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തപ്പം രാധാകൃഷ്ണനും ബി സി നായരും വന്ന് ചുമ്മാ ഓരോ പാട്ടുകൾ, അന്നത്തെ മലയാള സിനിമ ഇറങ്ങിയ പാട്ടുകൾ, ഹിന്ദി സിനിമയിലെ പാട്ടുകൾ, ഇതെല്ലാം ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് രാത്രി 10 മണി 11 മണി 12 മണി ആക്കിയിട്ട് പിന്നെയാണ് കിടക്കാൻ നോക്കുക. ഇനി ഉറങ്ങാതെ വയ്യാൻ തോന്നുമ്പോൾ മാത്രം ചൂടുകാറ്റിനെ വെൽക്കം ചെയ്തുകൊണ്ട് കിടക്കും, ഉറങ്ങും. ഇതാണ് നമ്മുടെ ഒരു സ്റ്റൈല്, ജീവിത ശൈലി എന്ന് ഞാൻ പറയുക. അലഹബാദിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഗോരഖ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കാർഡ് എനിക്ക് വന്നു. ഗോരഖ്പൂർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങറ്റം പോകണം. അവിടുത്തെ ഒരു ഭാഷയും ആളുകളുടെ രീതിയൊന്നും നമ്മുടെ ഇവിടുത്തെ ഈ അലഹബാദിലുള്ള ആളുകൾ പോലെ അല്ല. രാധാകൃഷ്ണൻ ഏതാണ്ട് ഇവിടെ അഡ്മിഷൻ ഉറച്ചു. അപ്പം ഇവിടെ കിട്ടുകയാണെങ്കിൽ ഇവിടെ തന്നെ എന്ന് രാധാകൃഷ്ണൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഏതായാലും ഇൻ്റർവ്യൂവിന് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് ഞാൻ രാധാകൃഷ്ണൻ കൂടെ ട്രെയിനിൽ കയറി. ഗോരഖ്പൂർ വരെ എത്തുന്ന ഒരു ട്രെയിനുണ്ട് ഈ അലഹബാദിൽ നിന്ന്, ലക്നൌവിൽ നിന്ന് മറ്റോ തുടങ്ങുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അലഹബാദിൽ നിന്ന് കയറി അവിടെ എത്തി. പിറ്റേ ദിവസം രാവിലെ എത്തി യൂണിവേഴ്സിറ്റിയിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അതിലൊരു റിസർവേഷൻ എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് സീറ്റാണ്. അതായത് ഇപ്പോൾ ഓടിച്ചെന്നങ്ങ് അഡ്മിഷൻ കിട്ടുകയില്ല. 1-2 പേര് വരാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ RAC എന്നൊക്കെ പറയുകയല്ലേ ട്രെയിനിൽ, റിസർവേഷൻ അഗൻസ്റ്റ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന പോലെ ഇവിടെ ആരെങ്കിലും വരാതിരുന്നാൽ കിട്ടാൻ സാധ്യതയുണ്ട് എനിക്ക് എന്നുള്ളൊരു ഊഹം മാത്രം. അത്രയും അറിയാനായിട്ടാണ് അവിടെ വരെ 2 പേര് പോയത്. അടുത്ത ട്രെയിനിൽ തിരിച്ച് ഞങ്ങൾ ഇഞ്ഞ് പോരുകയും ചെയ്തു. അപ്പോഴാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ലെറ്റർ വന്ന് കിടക്കുന്നുണ്ട്. ഈ റീവ എന്ന് പറഞ്ഞ സ്ഥലത്തെ കോളേജിൽ നിന്ന് ഒരു ലെറ്റർ, അഡ്മിഷൻ യു ആർ അഡ്മിറ്റഡ് പ്രൊവൈഡഡ് യു ഗീവ് സച്ച് ആൻഡ് സച്ച് സർട്ടിഫിക്കറ്റ്സ് എക്സെട്ര എന്ന് പറഞ്ഞ്. അപ്പോൾ വേറെ ഒന്നും ആലോചിക്കാനില്ല, നേരെ റീവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. റീവയ്ക്ക് 5 മണിക്കൂർ ട്രെയിനില്ല, ബസ് യാത്രയുണ്ട്. ബസ്സിൽ പോവുക, പ്രൈവറ്റ് ബസ്സിൽ 5 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ എത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഞാൻ അങ്ങ് അഡ്മിറ്റഡ് ആയിപ്പോയി. അവിടെ അങ്ങ് അഡ്മിറ്റ് ചെയ്ത് തന്നെ കാശും ഒക്കെ കൊടുത്ത് ഈ ക്ലാസ് എന്നാ തുടങ്ങുന്നതെന്നുള്ള തീരുമാനമായി. അപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഈ ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇല്ലത്തൊന്ന് പോകണം, അച്ഛനോടും അമ്മയോടും വിവരമൊന്ന് പറയണം. ഇതായിരുന്നു ആദ്യം തോന്നിയ ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരികെ അലഹബാദിൽ വന്ന് രാധാകൃഷ്ണനോടും ബി സി നായരോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് തീരുമാനം എടുത്തിരിക്കുമ്പോഴാണ് ഗോരഖ്പൂർ യൂണിവേഴ്സിറ്റിയിൽ അവിടെ അഡ്മിഷൻ ഇനി അങ്ങ് ചെന്നാൽ മതി, കാശ് കൊടുത്ത് ഫീസ് കൊടുത്ത് അഡ്മിറ്റഡ് ആണ് എന്ന് ബി സി നായരൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ ഗോരഖ്പൂർ വരെ പോകുന്നത്, മാത്രമല്ല അവിടെയൊക്കെ വല്ലാത്ത റഫിയൻസിൻ്റെ സ്ഥലമാണ്, അവിടെയൊക്കെ കാളൻ കൂളി ആളുകളാണ്, നമ്മുടെ ഈ രീതിയിലുള്ള ആളുകളല്ല, ഭാഷ പോലും കുറച്ച് ഡിഫറൻ്റാണ്, അവിടുത്തെ ആഹാര രീതിയും വ്യത്യസ്തമാണ്, നമ്മുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുഴങ്ങും, അതുകൊണ്ട് അതൊന്നും വേണ്ട, മറ്റടുത്ത് കിട്ടിയതല്ലേ അതുപോലെ എംബസിക്ക് പഠിച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് എംബസിക്ക് അഡ്മിഷൻ വാങ്ങി. ഞാനത് 2ാമത്തെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് മതിയോ എന്നോട് ചോദിച്ചു. ഓ വേണ്ട, ഇനി എനിക്ക് വേണ്ട, മതി, എനിക്ക് എവിടെയെങ്കിലും ഉറങ്ങണോ എന്നൊരു സംശയം. അതൊക്കെ ചുമ്മാ അങ്ങനെയൊന്നും ഉറങ്ങേണ്ട കാര്യം ഇത് ഇവരൊക്കെ 2, 3, 4 പാത്രം കഴിച്ചില്ലേ, വേണേൽ 1 കഴിച്ചോളൂ എന്നോട്. എനിക്കിനി വേണ്ട, എന്നാൽ പിന്നെ കുറച്ച് മതി, പകുതി തരാം, ഒരു 2.5 പാത്രം. ആ ഔഷധം ഞാൻ അകത്താക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്.